അതുപോലെയാണ് ഒരു പത്തിയിൽ 1000 പത്തിയുണ്ട്. ഒരു പത്തിയിൽ ഈ ഭൂമണ്ഡലം മുഴുവൻ ഒരു കടുകുമണി പോലെ ആണ് വെച്ചേണ്. അപ്പോൾ ആ അനന്തൻ്റെ വലിപ്പം ആലോചിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ ഒന്നുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം. അതാണ് ഈ ഭൂമിയിൽ ദുഷ്ടന്മാർ കൂടുമ്പോൾ കുറച്ച് ആരും സഹിക്കാൻ വയ്യാണ്ടാവുമ്പോൾ ഒന്നിങ്ങനെ നമുക്കില്ലേ ഒന്ന് മാറ്റണം എന്ന് തോന്നില്ലേ തൊഴില അങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭൂകമ്പം ഉണ്ടാവണം. അവിടെ ഭൂമി വിളിക്കാം. ഇപ്പോൾ അവിടെയൊക്കെ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ദുഷ്ടന്മാർ ധാരാളമായിട്ടുള്ളതാ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സംഘർഷണമുട്ടിയ വൈഭവം പറഞ്ഞാൽ തീരില്ല. അത്രയാണ്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അറിയപ്പോഴാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പരീക്ഷിച്ച ശിശുവിൻ്റെ മുമ്പിൽ. അപ്പോഴാണ് ഒരു സംശയം, ഇപ്പം നരകം വരണമില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ. അത് വെറുതെ പറയണമാണോ? ശിക്ഷകളൊക്കെ പറയണമുണ്ടല്ലോ. ഒന്നുമല്ല. ഭൂമിയുടെ ഈ സമുദ്രത്തിൻ്റെ താഴെ തൊട്ട് താഴെ സമുദ്രത്തിൻ്റെ താഴെ തെക്കേ വശത്തായിട്ടാണ് ഈ നരകം എന്ന് പറഞ്ഞ ലോകം. അവിടെ ഈ ഭൂമിയിൽ ഓരോ കുറ്റം ചെയ്യുമ്പോൾ അതിന് അപ്പം അവിടെ കുറ്റം ഒളിച്ചോളാനൊന്നും പറ്റില്ല. കള്ളസാക്ഷിയില്ല. അയ്യോ അതല്ല, നമുക്ക് നമ്മൾ വിചാരിക്കുകയാണ് ആരും അറിയണില്ല, ആരും അറിയാണ്ട് നമ്മൾ ചെയ്യണമെന്നല്ല. ഇത് പറയേണ്ട സാക്ഷികളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, വൃക്ഷങ്ങൾ, ഇതൊന്നും ഓടിക്കാൻ പറ്റുന്നതല്ലല്ലോ. വായുവില്ലാത്ത സ്ഥലമില്ല. അതൊക്കെ അപ്പം അവിടെ റിപ്പോർട്ട് ചെയ്യും ചിത്രകുപ്തൻ. അപ്പോൾ അതിനുള്ള ശിക്ഷ അപ്പോൾ അവിടെ ഉണ്ട്. അതൊക്കെ പറഞ്ഞപ്പോൾ മുഖം മാടി നടക്കുമെന്ന്. താനും ഒരു ചെറിയ കുറ്റം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഈ കഥ കേൾക്കാനേ പരീക്ഷിച്ച്. അപ്പോൾ അവിടെ മുഖം വല്ലാണ്ട് പാടി സങ്കടം വന്നു. അപ്പോഴാണ് അന്ന് ഒത്തിരി സങ്കടപ്പെടണ്ട. അങ്ങക്ക് 7 ദിവസം ഇല്ലേ ആയുസ്? ഞാനില്ലേ ഇവിടെ? ഭഗവാന്റെ മൈയും അടിച്ചു കേട്ടിട്ട് വേണ്ട സ്ഥാനത്ത് ഞാൻ അങ്ങനെ എത്തിച്ചോളാം, ഒട്ടും ഭയപ്പെടണ്ട എന്ന് ശീശവൻ പറയുകയാണ്. നമ്മുടെയൊക്കെ കാര്യം നമുക്കൊക്കെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ വന്ന് പറഞ്ഞു തരാൻ? നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, ഞാൻ എത്തിച്ചോളാം എന്ന് ആരെങ്കിലും ഉണ്ടോ പറയാൻ? ആരുമില്ല. നമുക്കൊന്നും ശിശുവിൻ്റെ വൈഭവം കൊണ്ട് പരീക്ഷിച്ച ഭഗവാന്റെ ഒപ്പം എത്തി ആ 7 ദിവസം കൊണ്ട്. പിന്നെ ഇത് പറയണം, അങ്ങനെ നമുക്ക് 7 ദിവസമേ ഉള്ളൂ ആയുസ്. ഞായർ നിങ്ങൾ ചൊവ്വ 7 ദിവസം എല്ലാവർക്കും അത്രയേ ഉള്ളൂ ഇല്ലേ? എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, കാറ്റ് പോകണം എപ്പോഴെന്ന്. പക്ഷെ പോകുമ്പോൾ ആ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ രൂപം ഉള്ളിൽ ഉണ്ട്. അങ്ങനെ വേണം പോകാൻ. അതാണ് ഏറ്റവും വേണ്ടത്. ആ മരണം അങ്ങനെയാണ് ഉണ്ടാവേണ്ടതാണ്. ഭാഗവതത്തിൻ്റെ ഉദ്ദേശം തന്നെ അതാണല്ലോ. പണ്ടേ നാരായണ സ്മൃതി എന്നാണ്. അവസാനം അത് വേണം. പണ്ടൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ അടുത്തിരിക്കണവർ നാമം ജപിക്കും ഇല്ലേ? പണ്ടൊക്കെ അങ്ങനെയാണോ? പ്രായമായവർ കിടക്കും അടുത്തിരിക്കണവർ നാമം ജപിക്കും. ഇപ്പം അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും അകത്തൊരു ഗുഹയൊക്കെ കയറ്റും ആശുപത്രി കൊണ്ടുപോയി. ഞാൻ പറയും, ഈശ്വരാ 4 പുറം കുഴലും കയറ്റി ഒരു ഇരുട്ടുമുറി കയറ്റിയാൽ പിന്നെ ഒന്നും അറിയൂല. അതിനൊന്നും ഇടവരുത്താണ്ട് ഭഗവാനെ അവിടുത്തെ നാമം ജപിച്ചും കാണും പോണേ. പ്രാർത്ഥിക്കുക, ദിവസം പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. പിന്നെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ പരീക്ഷിച്ച് അങ്ങനെ പറഞ്ഞതാണ്. അതങ്ങനെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ അതിനുള്ള ആഗ്വാഹനായിട്ടാണ് അജാമിളമഹർഷി ആദ്യത്തെ അധ്യായം എന്താ പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയണത്? പോഷണം എന്നാണ് അതിൻ്റെ ലക്ഷ്യം. പോഷണത്തിൻ്റെ അർത്ഥം എന്താ പോഷണം എന്ന് വെച്ചാൽ? പോഷണം എന്ന് വെച്ചാൽ അനുഗ്രഹം, വിശേഷാലുള്ള അനുഗ്രഹമാണ്. എല്ലാ ജീവികൾക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഈ ഭൂമിയിൽ ഉള്ള ജീവികൾക്ക് മുഴുവൻ പക്ഷഭേദമൊന്നുമില്ല ഭഗവാന്. എല്ലാവർക്കും ഒരേപോലെ. പക്ഷേ ഇത് വിശേഷാല അനുഗ്രഹം. അതെന്തുകൊണ്ടാണ്? നമ്മൾ പ്രാരബ്ധവശാൽ നമ്മൾ കുറച്ച് നാൾ ഭഗവാനെ ഭജിച്ചു, എന്തെങ്കിലുമൊക്കെ ജപിച്ചു, നല്ല ബുദ്ധി തോന്നി എന്തെങ്കിലും ചെയ്തു. പ്രാരബ്ധവശാൽ ഇടയ്ക്ക് കുറേ വിട്ടുപോയി. വരില്ല, അങ്ങനെ ധാരാളം വരും. നമ്മുടെ പ്രാരബ്ധം കൊണ്ട് പലതും വിട്ടുപോയി. കുറേ നാൾ ഇതൊന്നുമില്ല പോയി. അങ്ങനെ പോയാലും വേണ്ട സമയത്ത് അവിടെയാണ് അനുഗ്രഹം. വേണ്ട സമയത്ത് ഭഗവാൻ നമ്മളെ വലിച്ചടിപ്പിക്കും ഭഗവാന്റെ അടുത്തേക്ക്. ഉറപ്പാണ്. അതിനാണ് ഭഗവാൻ എല്ലാവരെയും കാണിക്കാനാണ് ആ പാദത്തിൽ അങ്കുശം, ആ അടയാളം തന്നെ അതാ. വജ്രാങ്കുശം സരോജിത പാദപത്മം എന്ന് പറയുന്നത് വജ്രം, അങ്കുശം, ഇതൊക്കെ പാദത്തിൽ അടയാളം. അത് കാണിച്ചു തരാനാണ് നമ്മളെ